أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാനിയായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അംബിയായിലെ 88-ാമത്തെ ആയത്താണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. എൻ്റെ ഇപ്പോൾ 2 ക്ലാസ് ചില കാരണങ്ങളാൽ ഒരു ഗ്യാപ്പ് വന്നു. എൺപത്തെട്ടാമത്തെ ആയത്തിൽ അയ്യൂബ് നബി യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് അവിടെ വിശദീകരിക്കപ്പെട്ടത്. ഇനി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് അതിനുശേഷം പറയാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وزكريا إذ نادى ربه رب لا تذرني فردا وأنت خير الوارثين. وزكريا إذ نادى ربه رب لا تذرني فردا وأنت خير الوارثين. وزكريا إذ نادى ربه رب لا تذرني فردا وأنت خير الوارثين. فاستجبنا له ووهبنا له يحيى وأصلحنا له زوجه فاستجبنا له ووهبنا له يحيى وأصلحنا له زوجه إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا. إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا. إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. وكانوا لنا خاشعين. അപ്പോൾ തോന്നുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വസക്കരിയ, അവിടെ സക്കരിയ എന്നുള്ളടത്ത് യാവിൻ്റെ ശേഷം ഹംസ വന്നുകൊണ്ട് സക്കരിയ എന്ന് കുറച്ച് നീട്ടണം. വസക്കരിയ ഇദ് നാദ ربه رب لا تذرني فردا എന്ന് ഓതാൻ പാടില്ല. ഫർദം അവിടെ വാവിനെ കുറച്ച് മണിച്ചിട്ട് ഓതണം. ഫർദം
വഅൻത. അൻത നൂന് സാക്കിനത്താണ്, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? വെളിവാക്കാൻ പാടില്ല. അൻത എന്ന് പറയാൻ പാടില്ല. അൻത വഅൻത ഖൈറുൽ വാരിസീൻ. വാരിസീൻ എന്ന് നിർത്തുമ്പോൾ നീട്ടിയിട്ട് നിർത്തണം. പിന്നെ ഫസ്തജബ്നാ ലഹു. ഫസ്തജബ് ബാക്ക് സുക്കൂനാണ്, ഹുറൂഫുൽ ഖൽഖല. ഫസ്തജബ്നാ ലഹു വവഹബ്നാ, അവിടെയും ബാക്ക് സുക്കൂനുണ്ട്. ലഹു എന്ന് കഴിഞ്ഞിട്ട് ശേഷം നീട്ടണം ഹാ. ലഹു വവഹബ്നാ ലഹു യഹ്യ. യഹ്യ യഹ്യ ഹാണ്, പിന്നെ യാ. യഹ്യ വഅസ്ലഹ്നാ ലഹു സൗജ. വഅസ്ലഹ്നാ സ്വാദാണ്, സീനല്ല. അസ്ലഹ്ന എന്നല്ല. വഅസ്ലഹ്നാ ലഹു സൗജ. ഇന്നഹും കാനൂ. ഇന്നഹും ഇന്നഹും നൂനെ മണിക്കണം. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അവിടെ ഖൈറാത്ത് എന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ റാനെ നീട്ടി നിർത്താം. ഫിൽ ഖൈറാത്ത്. ഇനി ഖൈറാത്തിന്റെ അവിടെ നിർത്തുന്നില്ലെങ്കിലോ റാക്ക് നീട്ടാൻ പാടില്ല. ഫിൽ ഖൈറാത്തി വയദ്ഊനനാ റഗബൻ വറഹബ. കാരണം നിയമം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ വഖഫിലാണ് നിർത്തുക. നിർത്തുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് എന്താ ഉണ്ടാവുക? സുക്കൂൻ ഉണ്ടാവുക. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ഉണ്ടാവും. അവസാനത്തിന് സുക്കൂനിന്റെ മുമ്പ് മറ്റക്ഷരം വന്നാൽ അവിടെ എന്ത് ചെയ്യണം? നീട്ടണം. നിർത്തുമ്പോഴേ അവിടെ സുക്കൂനാവുള്ളൂ. നിർത്താതെ നോക്കുമ്പോഴോ സുക്കൂനാവില്ല. അപ്പോൾ എന്ന് പറയുമ്പോൾ നിർത്തുമ്പോൾ അവിടെ സുക്കൂനായി താക്ക്. നിർത്തുന്നില്ലെങ്കിലോ ഫിൽ ഖൈറാത്തി വയദ്ഊനനാ. അവിടെ മസ്രിയായ രണ്ട് മധ്യ ഹർക്കത്താന്, രണ്ട് മധ്യ അവിടെ നിർത്താൻ പാടില്ല. വയദ് ബാക്ക് സുക്കൂനാണ്, ഹുറൂഫുൽ ഖൽഖല. വയദ്ഊനനാ റഗബൻ വറഹബ. റഗബൻ ഗൈനാണ്, ഐന് ഗൈൻ ആദ്യത്തേത്, മറ്റേത് ഹ. രണ്ട് വ്യത്യാസമുണ്ട്. റഗബ റഗബ എന്ന് ഓതാൻ പാടില്ല. ഒന്ന് റഗബം വറഹബ, ഒന്ന് ഹ ആണ്, ഒന്ന് ഗൈനാണ്. വകാനൂ ലനാ ഖാശിഈൻ. അവിടെ നിർത്തുമ്പം ആ രീതിയിലാണ് നിർത്തേണ്ടത്. അപ്പോൾ പിന്നെ ഇനി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചാണ് പറയാൻ പോകുന്നത്. വസക്കരിയ. വസക്കരിയ എന്ന് പറഞ്ഞാൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും നിങ്ങൾ ഓർക്കണം. ഇപ്പൊ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ അദ്ദേഹം ബനൂ ഇസ്രായേലിലെ പ്രവാചകനാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരനായിട്ടുള്ള ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ആര്? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മഖ്ദിസുമായി ബന്ധപ്പെട്ട് ആ ബൈത്തുൽ മഖ്ദിസിന്റെ ഒരു ഖാദിമായിരുന്നു. എന്ന് പറഞ്ഞ പള്ളിയുടെ ആ ബൈത്തുൽ മഖ്ദിസിന്റെ മേൽനോട്ടക്കാരനായിരുന്നു ആര്? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ബൈത്തുൽ മഖ്ദിസ് ആരുണ്ടാക്കിയതാ? ആരുണ്ടാക്കിയതാ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് പുനർനിർമ്മിച്ചു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളിൽ ആരോ ഒരാളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ആദ്യത്തെ വീട് ഏതാണ്? കഅബയാണ്. ആദ്യത്തെ ഭവനം കഅബയാണ്. രണ്ടാമത്തെ പള്ളിയാണ് ഇത്? ബൈത്തുൽ മഖ്ദിസ്. ആദ്യത്തെ കഅബ, രണ്ടാമത്തെ പള്ളിയാണ് ബൈത്തുൽ മഖ്ദിസ്. ആ ബൈത്തുൽ മഖ്ദിസിന്റെയും കഅബയുടെയും ഇടയിൽ 40 വർഷത്തെ ഇടവേളയുള്ള 40 വർഷത്തെ ഇടവേള. അപ്പൊ ബൈത്തുൽ മഖ്ദിസ് കഅബാലയം ആദ്യം ഉണ്ടാക്കിയ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഹാജറിനെയും കൂട്ടി ഇസ്മായിലിനെയും കൂട്ടി മക്കയിലേക്ക് പോയി അവിടെ അവരെ വിട്ടേച്ച് പോരും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യേകിച്ച് പ്രാർത്ഥന എന്താ? റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം.
കണ്ടോ? ഇസ്മായിൽ നബി ചെറിയ കുട്ടിയാണ്. അപ്പോൾ ആ ചെറിയ കുട്ടിയെ ആ മണലാരണ്യത്തിൽ വിട്ടേച്ചു കൊണ്ട് ഇബ്രാഹിം നബി തിരിച്ചു പോരുമ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? പടച്ചവനെ, എൻ്റെ സന്താനങ്ങളിൽ നിന്നും എൻ്റെ ഇണകളിൽ നിന്നും ഞാൻ ഇവിടെ വിട്ടേച്ചു പോവാണ്. എവിടെ വിട്ടേച്ചു പോവാണ്? എൻ്റെ ബൈത്തിക്കൽ മുഹറം. അപ്പൊ അവിടെ ബൈത്ത് ഉണ്ട്, അവിടെ കാബ ഉണ്ട്. ആ കാബന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കാനാണ് ആരോടൊക്കെ നിർദ്ദേശം കിട്ടി? ഇബ്രാഹിമി കിട്ടി. അപ്പൊ കാബ അവിടെ ഉണ്ട്. കാബന്റെ എന്താ പറയാ, അടിത്തറ അവിടെ ഉണ്ട്. അതിന് അതാണ് ഇബ്രാഹിം മിനൽ ബൈത്ത് എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഇത് പുനർനിർമ്മിച്ചത്. അപ്പൊ ആ പ്രദേശത്താണ് അധിക പ്രവാചകന്മാരും ഉണ്ടായിട്ടുള്ളത്. ഷാം, ഇതിനാണ് ഷാം, ബൈത്തുൽ മഖ്ദിസിന്റെ ആ പ്രദേശത്തിനാണെന്ന് പറയാ ഷാം എന്ന് പറയാം. അവിടെ തന്നെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരിക. കാരണം ബനൂ ഇസ്രായേലിലേക്കുള്ള അധിക പ്രവാചകന്മാർ ആ ഭാഗത്ത്, മിസ്റിന്റെ ആ ഭാഗത്താണ് വന്നിട്ടുള്ളത്. അപ്പൊ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ബൈത്തുൽ മഖ്ദിസിന്റെ ഖാദിമായിരുന്നു. അപ്പൊ പ്രവാചകന്മാരാണ് പള്ളി നോക്കുന്നത്. ഇപ്പൊ ഇന്നിപ്പോ പിന്നെ നമ്മളിപ്പോ ഒരാൾ പള്ളിയിലെ ആളാണെങ്കിൽ എന്താ പറയാ, മുക്രിക്കാക്ക് എന്ന് പറയാം. എന്നറ സമുദായത്തിലെ ഏറ്റവും ലോ ക്ലാസ്സുള്ള ആൾക്കാരായിട്ടാണ് ആളുകൾ മനസ്സിലാക്കുക. പള്ളിയിലാണ് പണി, മുക്രിക്കാക്ക് എന്ന്. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞ എന്താ? ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബിയോട് എന്താ പറയാണ്? ഇബ്രാഹിം നബിയോട് എന്ന് പറഞ്ഞ പള്ളി ക്ലീൻ ആക്കിക്കോ. കാബാലയം ക്ലീൻ ആക്കാൻ വേണ്ടി ആർക്ക്? തഹിറ ബൈത്തിയ, എന്റെ വീട് നിങ്ങൾ ശുദ്ധിയാക്കിയ. നമ്മളിപ്പോ പള്ളിക്കൊക്കെ കയറിയാൽ അവിടെ പള്ളിക്കാട്ടുണ്ടെങ്കിൽ ആ മുതലെടുത്തോ, നമ്മളെന്ന് എടുക്കണം. അങ്ങനെയല്ല. വിശ്വാസം പറയും, എൻ്റെ ഉമ്മത്തിലെ അമലുകൾ എനിക്ക് കാണിക്കപ്പെട്ടു. അതിലേറ്റവും ഹൈറായ അമല് ഒന്ന് കാണിക്കപ്പെട്ടെന്ന് വെച്ചാൽ, ഒരാളുടെ പള്ളിയിൽ ഒരു മാലിന്യം കണ്ടു, ആ മാലിന്യം പള്ളിയിൽ നിന്ന് എടുത്തു കളയാൻ. അത് ഏറ്റവും പുണ്യകരമായ പ്രവർത്തനമായി എനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പള്ളി എത്തിർക്കണ്ടോ? അവിടെ അവിടെ മുക്രിയൊക്കെ അവിടെ അവിടെയാണ്. ഇതിപ്പോ എന്താ JCB ആണ് പള്ളി ഉണ്ടാവാന്? ഒരു കടലാസ് എടുത്തിട്ടാ പറയാ ഷൈന്. അപ്പൊ ആ കൂലി മുപ്പർക്ക് പോയി, നമുക്ക് കഷ്ടപ്പെട്ടു. മനസ്സിലായല്ലോ? അപ്പൊ പള്ളി ശുദ്ധിയാക്കുന്നത് അത്രയും കൂലി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ അതങ്ങനെ ഒരു പ്രവാചകനായിരുന്നു മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ ദുഃഖം ഉണ്ടായിരുന്നു. അദ്ദേഹം വയസ്സായി. പിന്നെ ഇതിന്റെ തുടക്കത്തിലുണ്ടല്ലോ, എന്റെ തല എന്ത് ചെയ്തു? എന്റെ തലക്കാകെ നരച്ച്, നമ്മൾ നരച്ചാതെ നരച്ച് കുമ്പളെന്ന് അറിയില്ലേ, അങ്ങനെ നരച്ചു പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. സന്താനങ്ങൾ ഉണ്ടാകാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിക്കാത്ത സ്ത്രീയായിരുന്നു. ചില സ്ത്രീകളങ്ങനെ ഉണ്ടാവുള്ളൂ, പ്രസവിക്കാത്ത സ്ത്രീകളുണ്ടാവും. അപ്പൊ പ്രസവിക്കാത്തൊരു പെണ്ണായിരുന്നു ആരെ ഭാര്യ? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടാകാൻ അതിയായ കൊതിയുണ്ടായി. അതാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കണം. എല്ലാ അമ്പിയാക്കന്മാർക്കും, ഏതൊരു മനുഷ്യനും അയാളുടെ ജീവിതത്തിൽ ഒരു സ്വകാര്യ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. ശരി, ഇനിയിപ്പോ എത്ര വലിയ കോടീശ്വരന്മാരായി ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാർക്കും അവർക്കും ഉള്ളിലൊരു പരീക്ഷണം ഉണ്ടാവും അള്ളാന്റെ. മനസ്സിലല്ലേ? അത് ഏത് പ്രവാചകന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സക്കരിയ നബിയുടെ പ്രാർത്ഥന അള്ളാഹ് പറയുന്നത്, നീ സക്കരിയ നബി ഓർക്കണം. നബിനോട് പറയുന്നു, ഇദ്നാദാ റബ്ബഹു. ആ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം. അപ്പൊ സക്കരിയ നബി കുട്ടിയില്ല, എന്റെ ആരെ വിളിച്ചത്? ഏർവാടി പോയക്കല്ല, അതിന് മമ്പുറത്തേക്കല്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ കുട്ടിയില്ലെങ്കിൽ എല്ലായിടത്തും പോയിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവസാനം ഗുരുവായൂർ പോയി തുലാഭാരം നടത്തി ചേന്നരുള്ള രാജ്യര്. അത് കാബാലയത്ത് പോയിട്ട് കുട്ടിനെ കിട്ടിയില്ല. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ റമദാൻ ഉംറക്ക് പോയപ്പം ജിദ്ദയിൽ നിന്ന് ഒരാളെ, നമ്മുടെ പ്രവർത്തകനാണ്, പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു 9 വർഷമായി കുട്ടികളുണ്ടായില്ല. അപ്പൊ അങ്ങനെ ചികിത്സകളൊക്കെ നടത്തി അൽഹംദുലില്ലാഹ് അവസാനം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഹജ്ജിന് വന്നു.
അങ്ങനെ അറഫയിൽ വെച്ച് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാണ്. പിറ്റേ മാസം ഭാര്യ ഗർഭിണിയായി. നമ്മൾ ആലോചിക്കണം, ഒരു പ്രസവത്തിൽ അല്ലാഹു 3 കുട്ടികൾ കൊടുത്തു. സുബ്ഹാനല്ലാഹ്. 9 വർഷമായി കുട്ടികളില്ലാത്ത ആളാണ്. അറഫയിൽ വന്ന് അള്ളാഹിനോട് ഇഖ്ലാസോടെ, അതാണ് അറഫന്റെ പ്രാർത്ഥിച്ചുള്ള ഫലം. അല്ല പറയണം, അള്ളാഹു സുബ്ഹാനഹു വ തആല 3 ഒരു ആൺകുട്ടിയും 2 പെൺകുട്ടിയും ഒറ്റ പ്രസവത്തിൽ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത്രേ ഉള്ളൂ. പക്ഷെ അള്ളാഹിനെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹിന്റെ മഹത്വവും അള്ളാഹിൻ്റെ മനസ്സിലാക്കണം. അല്ലാതെ അള്ളാഹിനെ മനസ്സിലാക്കാതെ ജാറത്തുക്കും ക്ഷേത്രത്തിക്കും ഓടിയിട്ടുണ്ടെങ്കിൽ ഓന് ചിലപ്പോൾ അള്ള പരീക്ഷണാർത്ഥം കൊടുക്കും. ഇപ്പൊ ചേന്നർ ആചാര്യ ഗുരുവായൂർ പോയി തുലാഭാരം എന്ന കുട്ടീനെ കിട്ടി, കൊടുത്താരനെയാണ് പഠിച്ചത് തന്നെ. പക്ഷെ മൂപ്പർക്ക് ഇസ്ലാം എന്ന കുട്ടി കിട്ടി, ആ സമയം മൂപ്പര് ഔട്ടൈൻ ചെയ്ത്. അതെ, കുട്ടിയുള്ളൂ ഇസ്ലാമിൽ മൂപ്പർക്ക്. ഇതക്കറിയാനും പ്രാർത്ഥിക്കാണ്. ഇത് നാദാ റബ്ബു, തന്റെ റബ്ബിനെ അദ്ദേഹം വിളിച്ച സന്ദർഭം, റബ്ബി, എന്റെ റബ്ബെ, ലാ തദർനി, നീ എന്നെ വിട്ടേക്കരുത്. ലാ തദർനി പറഞ്ഞാൽ നീ എന്നെ വിട്ട് കളയരുത്. തദറാന്ന് പറഞ്ഞെങ്കിൽ ഒഴിവാക്കി കളയാം. പഠിച്ചോളൂ, നീ എന്നെ കൈവിടരുത്, അല്ലെങ്കിൽ നീ എന്നെ വിട്ടേക്കരുത്. എങ്ങനെ? ഫർദൻ. ഫർദ് എന്ന് പറഞ്ഞാ ഒറ്റയായി. അതാണ് മുഫ്രദ്. ഫർദ് എന്ന് പറഞ്ഞാൽ മുഫ്രദ് എന്ന് പറഞ്ഞാ, മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം എന്നാണ്. ഫർദ് എന്ന് പറഞ്ഞാൽ ഒരാൾ. ഈ ചില കുട്ടികൾക്ക് പേരില്ല, ഫർദാൻ. ഇവിടെ ഉണ്ടാവും ഫർദാന്ന് പേര്. ഫർദാന്ന് എന്താ? ഒരാള് തരണുള്ള പേര്. സിംഗിൾ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി. ഫർദാന്ന് പറയുന്ന അർത്ഥം ഒരാള് രണ്ടാളില്ല എന്നർത്ഥം. ഫർദാൻ തസ്നിയാക്കണി രണ്ടാളെന്നുള്ള അർത്ഥം ആക്കാം. ഫർദൻ ഫർദാനി അങ്ങനെയാക്കാം. മനസ്സിലായില്ലേ? അപ്പൊ പേരിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു പേര് യഹ്യാനബിന്റെ പറഞ്ഞ ഞാൻ പറയാം, അവിടെ പറഞ്ഞു ഇത് പറയുന്നത്. യഹ്യാനബിക്ക് പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ പേരിട്ടെന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞു ലാ തദർനി ഫർദൻ, എന്നെ ഒറ്റക്കായി അല്ലാഹുവേ നീ വിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു പോയാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പിന്നെ എന്തില്ല? നാഥനില്ല. അപ്പൊ മക്കൾ എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ പാരമ്പര്യം പോണതിലൂടെയാണ്, മക്കളിലൂടെയാണ്, പ്രത്യേകിച്ചും ആൺകുട്ടികളിലൂടെയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, റസൂലുള്ളാഹിക്ക് ആൺകുട്ടികളില്ലല്ലോ, ആൺകുട്ടികളുടെ എന്ത് ചെയ്ത് ചെറുപ്പത്തിൽ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽ വരുന്നത് പിന്നീട് ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെ വരുന്ന മക്കളാണ്. മനസ്സിലായോ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ മക്കൾ പരമ്പര ഇല്ല. പെൺകുട്ടികളുടെ മക്കൾ പരമ്പര പോവില്ല. ഒരാളുടെ പരമ്പരയിലേ പോവുള്ളൂ, പിതാവിലൂടെ പോവുള്ളൂ. പാപ്പാന്റെ അപ്പാന്റെ 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 പിന്നെ ഉമ്മാന്റെ അപ്പാന്റെ അപ്പാന്റെ ഉമ്മാന്റെ പാപ്പ അങ്ങനെ പോവില്ല. ഉമ്മാന്റെ അപ്പയില് വരില്ല. എന്നാൽ പെൺകുട്ടികളുടെ എന്ത് ചെയ്യൂല? പരമ്പര പോവില്ല. മനസ്സിലല്ലേ? അപ്പൊ ഇല്ല 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 ഞാൻ പറയാം. ഇല്ല, ഉയർത്തിയിട്ടില്ല. അങ്ങനെ ഇല്ല, ഞാൻ പറഞ്ഞത് ഖാദിയാനികൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ലാ തദർനി ഫർദൻ, നീ എന്നെ ഒറ്റയ്ക്ക് വിടരുത് എന്ന് പറഞ്ഞാൽ എനിക്ക് നീ സന്താനം തരണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് അനന്തരാവകാശികളില്ല. എന്റെ ഈ ആദർശം കൊണ്ടെടുക്കാനും എന്റെ ഈ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് പറഞ്ഞെടുക്കാനും എനിക്കൊരു പിൻഗാമിയില്ല. അതുകൊണ്ട് ലാ തദർനി ഫർദൻ, എന്നെ നീ ഒറ്റയ്ക്ക് അവശേഷിപ്പിക്കാൻ പാടില്ല. അപ്പൊ പ്രാർത്ഥനന്റെ അതവിൽപ്പെട്ടതാണ്. എന്താണോ ചോദിക്കുന്നത് ആ ചോദിക്കുന്ന കാര്യത്തിന് ബന്ധപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് പറയാം. അൻത ഖൈറുൽ വാരിസീൻ, പടച്ചോനെ നീയാണ് അനന്തരം നൽകുന്നവരിൽ ഏറ്റവും നന്നായി അനന്തരം എടുക്കുന്നത്. ഇപ്പൊ നമ്മളൊരു കാര്യത്തെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇപ്പൊ മലക്കുകൾ പ്രാർത്ഥിക്കണമല്ലോ, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ശരി. അതുപോലെ തന്നെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ പ്രാർത്ഥിക്കും, ഇന്നക അൻതൽ വഹാബ്, പടച്ചോൻ നീ ധാരാളമായി നൽകുന്നവനാണ്. അപ്പൊ ഇൽമ ചോദിക്കുമ്പോൾ അള്ളാഹിന്റെ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ ആ വിഷയത്തിലുള്ള ഒരു സിഫത്തോ അല്ലെങ്കിൽ ഒരു നാമോ ചേർത്ത് പറയുക എന്നുള്ളത് പ്രാർത്ഥനയുടെ അദബിൽപ്പെട്ടതാണ്.
അതാണ് അൻത ഖൈറുൽ വാരിസീൻ, അനന്തരം നൽകുന്നവരിൽ അല്ലെങ്കിൽ അനന്തരം എടുക്കുന്നതിൽ ഏറ്റവും നല്ലവൻ നീയാണല്ലോ പഠിച്ചോനെ. അതുകൊണ്ട് നീ എന്നെ ഒറ്റയ്ക്ക് വിടരുത്, എനിക്കൊരു അനന്തരാവകാശി തരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുട്ടിയെ തരണം, എനിക്കൊരു സന്താനത്തെ തരണം. അങ്ങനെ അദ്ദേഹത്തിന് അള്ള മറുപടി കൊടുക്കുകയാണ്. സൂറത്ത് ആൽ ഇംറാനിലും അതുപോലെ തന്നെ മറിയമിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ബൈത്തുൽ മഖ്ദിസിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മലക്കുകൾ വന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് അദ്ദേഹത്തിന് സന്തോഷ വാർത്ത കൊടുത്തു. സന്തോഷ വാർത്ത കൊടുത്തത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ സൂറത്തു ആൽ ഇംറാനിൽ നിന്ന് കാണാം. അദ്ദേഹത്തിന് സന്തോഷ വാർത്ത കൊടുത്ത് അദ്ദേഹം മെഹ്റാബിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിനക്കൊരു സന്താനം ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് സന്തോഷ വാർത്ത. അപ്പൊ അദ്ദേഹം തലമുടിയൊക്കെ നരച്ച് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ പടുവൃദ്ധനാണ് എന്ന് പറഞ്ഞാൽ സന്താനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഒക്കെ നഷ്ടപ്പെട്ട് അസ്തമിച്ച് ഇരിക്കണം. അപ്പോഴാണ് അള്ളാഹുവിന്റെ സന്തോഷ വാർത്ത വരുന്നത്, ഒരു സന്താനം ഉണ്ടാകും. ആ സന്താനം ഉണ്ടാകുമെന്ന് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അപ്പൊ എനിക്ക് സന്താനം ഉണ്ടാകുന്ന അടയാളം വേണം. അപ്പോ ആയത്തുക അല്ലാത്തു കല്ലിമന്നാസ തലാസത അയ്യാമിൻ ഇല്ലാ റംസ, ഈ 3 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൽ പൂർണ്ണമായ ഇബാദത്തുകൾ അർപ്പിക്കണം. നാട്ടിലൂടെ സംസാരിക്കാൻ പാടില്ല, വേറൊരു മനുഷ്യനോട് സംസാരിക്കാൻ പാടില്ല. സംസാരിക്കുന്നുണ്ടെങ്കിൽ ആംഗ്യത്തിലൂടെ മാത്രം. കലാമ് പാടില്ല. കലാം എന്ത് മാത്രം? അള്ളാഹുവിനെ പുകഴ്ത്തി അള്ളാഹുവിന് തസ്ബീഹുകളും തഹ്ലീലുകളും അള്ളാഹുവിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടേയിരിക്കും 3 ദിവസം. മറ്റു ആളോട് എന്ത് ചെയ്യാൻ പാടില്ല? സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യണം? ഇല്ലാ റംസ. റംസ എന്ന് പറഞ്ഞാൽ ആംഗ്യം കാണിക്കാൻ. അപ്പൊ 3 ദിവസം ഇങ്ങനെ നിങ്ങൾ നിന്നാൽ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? സന്താനങ്ങൾ നൽകും. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹം 3 ദിവസം അങ്ങനെ അതാണ് മൗനവ്രതം എന്ന് പറയും. അത് സംസാരിക്കാത്തത് നോമ്പാണ്, സംസാരിക്കാത്ത നോമ്പ്. അതാണ് ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. വവഹബ്നാ ലഹു യഹ്യ, യഹ്യയെ നാം അദ്ദേഹത്തിന് നൽകി. അപ്പൊ ഇവിടെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സന്താനമാണ് ആര്? സക്കരിയാന്റെ മോനാണ് ആര്? യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ പേരിട്ടിട്ടുണ്ട്. ഇപ്പൊ യഹ്യ നബിക്ക് പേരിട്ടത് ആരാ? ആര് പേരിട്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹ് പേരിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ യഹ്യ എന്ന് പറഞ്ഞാ എങ്ങനെ? എന്താ പറഞ്ഞ? അതായത് കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ യഹ്യ ആണ് എന്ന് പേര് പറഞ്ഞെടുത്തിട്ടുണ്ട്. ആയത്തം പറഞ്ഞത് സൂറത്ത് ആൽ ഇംറാനിലുള്ള അങ്ങനെ അങ്ങനെ ഇന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹി വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സ്വാലിഹീൻ. അപ്പൊ മുഴുവൻ പറഞ്ഞെടുത്തിട്ടുണ്ട്. മാത്രമല്ല സൂറത്ത് ഇതിലുണ്ടല്ലോ മറിയമില് അത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ യഹ്യ എന്ന പേരിട്ടിട്ടുണ്ട്. യഹ്യ എന്നുള്ള പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടിട്ടുണ്ട്. മറിയം സൂറത്ത്
യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. കണ്ടോ? ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. ഇതിനു മുമ്പ് യഹ്യ എന്ന പേര് ആർക്കും ലോകത്തില്ല. ലോകത്താർക്കും യഹ്യ എന്ന പേരില്ല. അപ്പോൾ പിന്നെ അതാണ് യരിസുനി അവിടെ ഇന്നി ഖിഫ്തുൽ മവാലി മിൻ വറാഇ വകാനത്ത് ഇംറഅതി ആഖിൻ ഫഹബലി മിൻ ലദുൻക വലിയ യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ് വജഅൽഹു റബ്ബി റളിയ. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം ഇസ്മുഹു യഹ്യ. കണ്ടോ? അവിടെ പേരടക്കം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുട്ടീനെ കിട്ടും ചെയ്യാ. കുട്ടീന്റെ പേരെന്താണ്? യഹ്യ എന്നാണ്. മാത്രം ആ കുട്ടീന്റെ പേരിന് പ്രത്യേകത ഉണ്ട്. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. ഇതിനു മുമ്പ് ലോകത്താർക്കും ആ പേരില്ല. ലോകത്ത് ആദ്യം യഹ്യ എന്നുള്ള പേര് കിട്ടി യഹ്യ നബിക്കാണ്. അപ്പൊ ഇതൊരു കാര്യം കൂടി മനസ്സിലാക്കാന്ന് വെച്ചാൽ ജനിക്കുന്നതിന് മുമ്പ് പേര് കണ്ടെത്താം, പേര് വെക്കാം. ഇനി ഇവിടെ ഇല്ലാത്ത പേരും വെക്കാം. പക്ഷേ എന്താണ് ഇല്ലാത്ത പേര് നോക്കിക്കാണ്ട് പിന്നെ അവിടുന്ന് ഇവിടുന്നും ഈ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിക്കാണ്ട് പേരിട്ടേണ്ട അവസാനം കുളമാണ് ഏർപ്പാടുണ്ട്. ഇന്ന് അതുണ്ടാകാൻ പാടില്ല. നല്ല പേരുകൾ വെക്കണം. എവിടെയും കേൾക്കാത്ത പേരുകൾ വെക്കാം. അപ്പോഴാണ് ചോദിക്കുന്നത് ഖാല റബ്ബി അന്നാ യകൂനുൽ ഗുലാം വകാനത്ത് ഇംറഅതി ആഖിറൻ വഖദ് ബലഗതു മിനൽ കിബ്രി അതിയ. എൻ്റെ സ്ത്രീയാണെങ്കിൽ പ്രസവിക്കാത്ത പെണ്ണാണ്, എനിക്കാണെങ്കിൽ അങ്ങേയറ്റം വയസ്സായും ചെയ്തു, എന്താ ചെയ്യുക? അപ്പോഴാണ് കദാലിക ഖാല റബ്ബുക ഹുവ അലിയ ഹയ്യുൻ വഖദ് ഖലഖതുക മിൻ ഖബ്ലു വലം തകു ശിയ. നിങ്ങൾ ഒന്നുമില്ലാത്തതിൽ നിന്ന് അള്ളാഹ് നിങ്ങളെ സൃഷ്ടിച്ചില്ലേ? അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ നിസ്സാരം. അപ്പോഴാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, എനിക്കൊരു ആയത്ത് തരണം, എനിക്ക് ഇത്രയും വയസ്സാൻ കാത്തൊരു കുട്ടി ഉണ്ടാകുന്ന എനിക്ക് ദൃഷ്ടാന്തം തരണം. അപ്പോഴാണ് കാല ആയത്തുക അല്ലാ തുകല്ലിമ അന്നാസ തലാസ ലയാലിൻ സവിയ. 3 രാത്രി ആരോടൊന്നും ഉണ്ടാൻ പാടില്ല. അങ്ങനെ പിന്നെ ഫഖറജ അലാ ഖൗമിഹി മിനൽ മിഹ്റാബ് ഫവഅ ഇലൈഹിം അൻ സബ്ബിഹു ബുക്റതൻ പങ്കെടുക്കട്ടെ. ലഹു യഹ്യ, അദ്ദേഹത്തിന് നാം യഹ്യയെ നൽകി. അപ്പൊ സ്വാഭാവികമായിക്കൊണ്ടുണ്ടാകുന്ന സംശയം എന്താ വെച്ചാൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രസവിക്കാത്തൊരു സ്ത്രീയാണല്ലോ. അപ്പൊ പ്രസവിക്കാത്തൊരു സ്ത്രീ ഒരിക്കലും ഗർഭം ധരിക്കൂല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ആ സക്കരിയ നബിയുടെ ഭാര്യ ഗർഭം ധരിച്ചത്? അതിനുള്ള ഉത്തരമാണ് അള്ളാഹ് പറഞ്ഞത് വഅസ്ലഹനാ ലഹു സൗജഹു. അദ്ദേഹത്തിന്റെ ഇണയെ നാം ശരിയാക്കി. ശരിയാക്കി എന്ന് പറഞ്ഞാൽ അതായത് ഗർഭധാരണം നടക്കാത്ത അവസ്ഥയിൽ നിന്ന് ഗർഭധാരണം നടക്കുന്ന അവസ്ഥയിലേക്ക് ആരെ മാറ്റി? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയെ മാറ്റുകയാണ്. ഏത് സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ സമയത്താ വയസ്സായ കാലത്താണ് എന്ന് പറഞ്ഞാൽ ഇനി കുട്ടികൾ ഉണ്ടാവുകയില്ല എന്ന് ഉണ്ടാകാനുള്ള എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചതിന് ശേഷം അതിനുശേഷമാണ് വഅസ്ലഹനാ ലഹു സൗജഹു, അദ്ദേഹത്തിന്റെ ഇണയെ നാം ഗർഭധാരണത്തിന് വേണ്ടി ശരിയാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് ചോദിച്ചാൽ നമ്മൾ വിചാരിച്ചതിനും അപ്പുറമുള്ള നടക്കോ സംഭവിക്കോ എന്നൊക്കെ നമുക്ക് സംശയമുള്ള കാര്യങ്ങൾ വരെ എന്താവും? യാഥാർത്ഥ്യം. അപ്പൊ അള്ളാഹുവിനോട് ചോദിച്ചാൽ കിട്ടാത്ത ഒന്നുമില്ല. അത് കിട്ടാൻ ആവശ്യമായ മാറ്റങ്ങൾ അള്ളാഹു ദുനിയാവിൽ എന്ത് ചെയ്യും? വരുത്തും. അവർ പ്രസവിക്കാത്ത പെണ്ണെന്ത് ചെയ്യാൻ? പ്രസവിക്കാൻ അത്ഭുതമല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങേറ്റം വൃദ്ധയാണ്, എന്നിട്ടും പ്രസവിച്ചു. അപ്പോ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതാണ്. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ ശേഷം മറിയം ബീവിന്റെ സംഭവം വരുന്നുണ്ട്. മറിയം ബീവിയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവില്ലാതെയാണ് കുഞ്ഞുണ്ടായത്. അത് പ്രകൃതിക്കൊരു വിരുദ്ധമായ അല്ലെങ്കിൽ പ്രകൃതി നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പ്രശ്നമല്ല. അപ്പൊ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കുള്ള സന്തോഷ വാർത്തയാണ് ശരിക്കത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹ് തരാൻ തയ്യാറാണ്. അപ്പൊ അതിന് വേണ്ടൊരു സംവിധാനം അള്ളാഹ് എന്ത് ചെയ്യും? ദുനിയാവിൽ താൽക്കാലികമായിട്ടെങ്കിലും മാറ്റിക്കൊടുക്കും. പക്ഷെ അള്ളാഹിനോട് നമ്മൾ ചോദിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സാധാരണ എപ്പോഴും പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ മുജാഹിദീങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുള്ളൂ, അത് ശരിയാണ്. പക്ഷെ അള്ളാഹിനോട് പ്രാർത്ഥിക്കലുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആരുടെ പ്രാർത്ഥിക്കുള്ളൂ? അള്ളാഹിനോട് പ്രാർത്ഥിക്കുള്ളൂ, അത് ശരി തന്നെ. പക്ഷെ നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥിക്കലുണ്ടോ?
നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പടച്ചവനെ പ്രാർത്ഥിക്കുക, അത് ചെറുക്കൊന്നും വരില്ല. നമ്മൾ മലക്കിനോടും ജിന്നിനോടും ഔലിയാക്കന്മാരോടും അമ്പ്യാക്കന്മാരോടും നമ്മൾ പ്രാർത്ഥിക്കാറില്ല. പക്ഷെ നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥിക്കാറുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടേ. ഒരു ദിവസം എപ്പോഴാണ് പ്രാർത്ഥിക്കല്? നിസ്കാരം കഴിഞ്ഞ് എണീറ്റ് വിടുകയാണ്, അതുപോലെ തന്നെ അല്ലാത്ത സമയത്തും നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. സൂറത്തുൽ ഫുർഖാൻ അവസാനത്തെ പറഞ്ഞ പോലെ കുൽമായ അബൂബിക്കും റബ്ബി ലൗല ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾ എന്ത് ചെയ്യൂല, പരിഗണിക്കൂല എന്ന് പറഞ്ഞു. കാരണം അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചോദിക്കുന്നതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, ചോദിക്കാത്തതാണ് അള്ളാഹ്ക്ക് ഇഷ്ടക്കേട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം. എന്തും ചോദിക്കുക പടച്ചവനോട്, ദുനിയാവും ചോദിക്കുക, ആഖിറവും ചോദിക്കുക. ചോദിച്ചാൽ അതാണ് ഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇത് ലോകത്ത് പറയാൻ പടച്ച റബ്ബിന് മാത്രമേ കഴിയുള്ളൂ. പക്ഷെ മാലയിലും നൂലാമാലയിലൊക്കെ വേറെ ഇതുണ്ട് കേട്ടോ, അത് വേറെ വിഷയം. അത് മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. അള്ള പറഞ്ഞ എന്താ, ഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചു ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ലോകത്ത് പ്രാർത്ഥനയുടെ അജായിബ് ദുആ എന്നൊരു പുസ്തകമുണ്ട് അറബിയിൽ, പ്രാർത്ഥനയുടെ അത്ഭുതങ്ങൾ. സുബ്ഹാനല്ലാഹ്, അത് വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ മലയാള പരിഭാഷ സാദിഖ് മദനി നമ്മൾ ഇറക്കിയിട്ടുണ്ട്, വിസ്ഡം ബുക്സ് ഇറക്കിയിട്ടുണ്ട്. എൻ്റെ മലയാള പരിഭാഷ ഭയങ്കരമായ അൻബിയാക്കന്മാരുടെ പ്രാർത്ഥനയുടെ അത്ഭുതങ്ങൾ, അതുപോലെ തന്നെ ഇമാമിങ്ങളുടെ പ്രാർത്ഥനയുടെ അത്ഭുതങ്ങൾ. ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് തോന്നിയ കാര്യങ്ങൾ കൺമുന്നിൽ സൂര്യനെ പോലെ യാഥാർത്ഥ്യമായ കേവലം ഒരു പ്രാർത്ഥന കൊണ്ട്. ആ പ്രാർത്ഥനയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം. അത് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് മാസം കണ്ടിട്ടില്ല, മറ്റന്നാൾ മുതൽ നാളെ മഗ്‌രിബോട് കൂടി നമ്മൾ എവിടേക്ക് പ്രവേശിക്കാണ്, ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കാം. അഫ്ളു അയ്യാമി ദുനിയ, ദുനിയാവിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ദിവസങ്ങളിൽ ഏറ്റവും അഫ്ളലായ ദിവസങ്ങളാണിത്, ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങൾ, രാവിലെ രാത്രിയൊക്കെ. എത്രത്തോളം ചോദിച്ചു ഉലമാക്കൾ ചിലർക്കത് റമദാനിലെ അവസാനത്തെ 10 പകലിനേക്കാൾ പുണ്യമുണ്ട് ദുൽഹിജ്ജ 10 അവസാനത്തെ ആദ്യത്തെ 10 ദിവസം. അതാണ് വൽ ഫജ്രി വലയാലിൻ അശ്ർ. പക്ഷെ നമ്മളാളുകൾ ശ്രദ്ധ ഉണ്ടാവും. റമദാൻ മാസത്തെ സംബന്ധിച്ച് എല്ലാവരും ജാഗ്രത ഉണ്ടാവും. പക്ഷെ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ പല ആളുകൾക്ക് മഹത്വം അറിയില്ല. അത് റസൂൽ പറഞ്ഞ ഹദീസിൽ കാണാം, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുന്നത് അന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മാസമാണ് ദുൽഹിജ്ജ 10. നോമ്പ് വിൽക്കാം. ഹിജ്ജ ഹദീസിലുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് വെച്ചിരുന്നു. നോമ്പ് മാത്രമല്ല, ഈ 9-10 ദിവസത്തിനുള്ള ഖത്തം തീർത്തിരുന്നു നമ്മുടെ മുൻഗാമികളായ സലഫുകൾ. വിശുദ്ധ ഖുർആൻ പാരായണം, അതുപോലെ തന്നെ ദിക്റുകൾ, ദുആകൾ, പ്രാർത്ഥനകൾ, ഇതൊക്കെ അധികരിപ്പിക്കേണ്ട സമയമാണ് ദുൽഹിജ്ജ. കാരണം അതിന് ഹിക്മത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് വെച്ചാൽ റമദാനിൽ പോലും ഇല്ലാത്ത കാര്യങ്ങൾ ദുൽഹിജ്ജ 10 കാരണം ഉമ്മഹാത്തുൽ ഇബാദാത്ത് എല്ലാം ഒരുമിച്ച് കൂടുന്ന സമയമാണ് ദുൽഹിജ്ജ 10. നിസ്കാരം ഇല്ലല്ലോ, നോമ്പുണ്ട്, ആളുകൾ സ്വതക്ക് കൊടുക്കും, സക്കാത്ത് കൊടുക്കുക, അതും കൊടുക്കുക, ഹജ്ജും ഉണ്ട്. ഈ ഇസ്ലാമിന്റെ എല്ലാ മുഅളമായ എല്ലാ പ്രധാനപ്പെട്ട ആരാധനകളും ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ടല്ലോ. ഹജ്ജ് റമദാനിലില്ലല്ലോ ഇല്ലല്ലോ. അപ്പൊ ഹജ്ജും കൂടി വരുന്നു, നമസ്കാരം, സ്വതക്കയും, നോമ്പും എല്ലാം കൂടി വരുന്ന ഒരു സമയമാണ് ഇത് ദുൽഹിജ്ജ 10 ആദ്യത്തെ 10 ദിവസം. അത് 10 ദിവസം നോമ്പ് വിൽക്കാൻ ആൾക്ക് കഴിഞ്ഞാൽ അഭിഹാവന്യമ നല്ലതാണ്. 10 ദിവസം 9 ദിവസം വിൽക്കാൻ കഴിയുള്ളൂ. 10 നോമ്പ് ഹറാമാണല്ലോ, നമ്മൾ ആദ്യത്തെ 9 ദിവസങ്ങൾ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. പിന്നെ മാസം കണ്ടിട്ടില്ല, 1 മാസം, അതുകൊണ്ട് തന്നെ നമുക്ക് ശനിയാഴ്ച ആയിരിക്കും ഇൻഷാ അല്ലാഹ് പെരുന്നാൾ. അപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കും അറഫ. പിന്നെ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഇഷ്കാൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ്ട. അവിടെ അറഫല്ലേ, അപ്പോൾ ഇവിടെ എപ്പോഴാണ് പോയിക്കണ്ടോ. ഈ അറഫ നമ്മൾ കാണാൻ തുടങ്ങിയപ്പോഴാണ് ഒരു 50 കൊല്ലം മുമ്പ് ഇവിടെ അവിടെ എപ്പോഴാണ് അറഫ, അവിടെ ഹജ്ജ് നടക്കുന്നുണ്ടോ, എന്താ ഇപ്പോൾ താജ്മാരുടെ അവസ്ഥ ഒന്നും അറിഞ്ഞില്ലല്ലോ. അന്ന് അറഫ നോമ്പില്ലേനു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചല്ലോ. അവർക്ക് ഹജ്ജിന് പറഞ്ഞയച്ചല്ലോ. മക്കം ഫത്ത്
ഹിജ്റ 8-ാമത്തെ വർഷം മക്ക ഫത്ഹായി. ഹിജ്റ 9 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പറഞ്ഞു വെച്ചു. ആര്? മുസ്ലിമീങ്ങളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ. നബി എവിടെയുള്ളത്? മദീനത്ത്. അന്ന് നബി അറഫാ നോമ്പ് വെച്ചിട്ടുണ്ടാവോ? അവല്ലോ ഇല്ലേ? ഒരാൾ ബിലാൽ മക്കത്തുനിന്ന് പോയിക്കാണ്ടെന്ന മാസം കൊണ്ട് പോയിക്കുക, അവിടെ നിന്ന് അറഫ നോക്കിയ പറഞ്ഞു. നബി മദീനത്ത് എന്നാണ് ദുൽഹിജ്ജ 9, അന്നാണ് നബി അറഫാ നോമ്പ് അവിടെ നോക്കിയത്. മക്കാര് ഒരു ദുൽഹിജ്ജ 1-ന്, ഒരു ദുൽഹിജ്ജ 9-ന് അവിടെ അറഫ നിൽക്കും. അറഫ നിൽക്കണ ഹാജിമാർക്ക് നോമ്പില്ല കേട്ടോ, അല്ലാത്തവർക്കാണ് നോമ്പ്. അപ്പൊ ഞാനിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക. എന്താ ഐക്യദാർഢ്യം? ഐക്യദാർഢ്യം എന്ന് പറഞ്ഞാൽ ഓല് ചെയ്യണം, നമ്മൾ ചെയ്യാന്ന. ഒരു നോമ്പ് വിൽക്കണില്ല. ആര് ഐക്യദാർഢ്യം ചെയ്യുന്ന? എങ്ങനെ? അവർ ചെയ്യുന്ന പണി നമ്മൾ ചെയ്യുമ്പോഴല്ലേ ഐക്യദാർഢ്യമാകുള്ളൂ. അവർക്ക് നോമ്പൊന്നുമില്ല, പിന്നെ എങ്ങനെ ഐക്യദാർഢ്യമാകുക? അങ്ങനെ ഏർപ്പാടൊന്നും ഇസ്ലാമിലില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ കൺഫ്യൂഷൻ വേണ്ട. വെള്ളിയാഴ്ചയാണ് അറഫാ നോമ്പ് ഇൻഷാ അല്ലാഹ്. ശനിയാഴ്ച ആയിരിക്കും പെരുന്നാൾ. ഇനി 1 മുതൽ 9 വരെ ഒരാൾക്ക് എന്ത് ചെയ്യാം? നോമ്പ് നിൽക്കുന്നതിന് വിരോധമില്ല. അതാണ് ഏറ്റവും അഫ്ളൽ. ഇനി അതില്ലെങ്കിലും നമ്മൾ തിന്മകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കണം. അതിന്റെ പവിത്രത കളഞ്ഞു വിളിക്കാനുള്ള അശ്വറൂമിലാണ് നമ്മളുള്ളത്. പിന്നെ മാത്രമല്ല, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് അതിന്റെ കുറ്റം വർദ്ധിക്കും. നമ്മൾ ഇത്രയും പവിത്രമായ ഒരു ദിവസത്തിൽ നമ്മൾ അനാവശ്യം ചെയ്താൽ എന്താ ഉണ്ടാവുക? കുറ്റം ഇരട്ടിയാവും. നന്മ ഇരട്ടിയാവുന്ന പോലെ തന്നെ എന്തുണ്ടാവും? കുറ്റം ഇരട്ടിയാവും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആനോത്തുകൾ, ദിക്റുകൾ, ദുആകൾ ഒക്കെ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പൊതുവെ ആളുകൾ അശ്രദ്ധമാകുന്ന ഒരു ദിവസം. അതിപ്പോ എന്താ വെച്ചാൽ, ഇത് കണ്ട് കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾ തിരക്കായി, അങ്ങോട്ട് കടയിക്കായി, ഇങ്ങോട്ടായി, പിന്നെ ഡ്രസ്സ് എടുക്കലായി, മറ്റേ കുറച്ച് ആകെപ്പാട് പെരുന്നാളിന്റെ അവസാനത്തെ 10 അല്ല, നമ്മുടെ അവസാനത്തെ 10 പിന്നെ അങ്ങനെയാണല്ലോ. അതുപോലെ ആകരുത്. ഡ്രസ്സൊക്കെ എടുക്കുക എന്ന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിന്റെ മഹത്വം നമ്മൾ എന്ത് ചെയ്യണം? നല്ലോണം ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് ചുരുക്കം വെച്ചാൽ, നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥിച്ച കാര്യം നടക്കാൻ ഉള്ള സംവിധാനങ്ങൾ അല്ലാഹ് ദുനിയാവിൽ എന്ത് ചെയ്യും? ഇവിടെ ചെയ്യും. അതാണ് പടച്ചവനെ പ്രാർത്ഥിച്ചാൽ ഒരു മനുഷ്യൻ നിരാശ ഉണ്ടാകേണ്ടതില്ല. എന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു നൽകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ നമ്മൾ ചോദിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ അല്ലാഹ് പറയാണ്, ഈ കുടുംബത്തെ പറ്റി അല്ലാഹ് പറയാണ്, അഥവാ സക്കരിയ നബി ആണെങ്കിലും യഹ്യാ നബി ആണെങ്കിലും ഒക്കെ അവർക്കൊരു പ്രത്യേകത. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അവർ നന്മയിൽ സുർഅത്തുള്ളവരായിരുന്നു, ധൃതി കാണിക്കുന്നവരായിരുന്നു. ആര്? ഈ സക്കരിയ നബിന്റെ കുടുംബം. ഏതൊരു നന്മ കണ്ടാൽ നാളാക്കാം, മറ്റന്നാളാക്കാം. അതിപ്പോ എന്തിനാ ഞാൻ ചെയ്യണം? ഓൻ ചെയ്യും. നമ്മളെ ആളുകളുടെ പ്രവണത എന്ന് വെച്ചാൽ, ഒരു നന്മ കണ്ടാൽ ആ നന്മ ചെയ്യാനുള്ള ഒരു ധൃതി. തിന്മയാണെങ്കിലോ എന്തൊക്കെ തിരക്ക്. ഇവിടെ പിന്നെ എന്താ പറയാ, എന്തോ ചങ്ങായി ഉണ്ടല്ലോ ഇപ്പൊ ഒരു പാട്ടുകാരൻ, എന്തോ വേടൻ. അപ്പൊ പാടിച്ചപ്പോ ആൾക്കാർ തിക്കും തിരക്കും, പോലീസുകാർ ജാത്തി ചാർജാണ്. ഞങ്ങൾ ഖുർആൻ ക്ലാസ് വെച്ചൊക്കെയാണ് ഒരു ജാത്തി ചാർജിന്റെ ആവശ്യം ഉണ്ടാവില്ല, പോലീസുകാരുടെ ആവശ്യം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇതിലേക്ക് വരാൻ ഇബ്ലീസ് അവിടെ അങ്ങനെ തടുക്കും. അതുകൊണ്ടാണ് ആ മഴയല്ലേ തട്ടി കുത്താന്ന് കിട്ടിയത്. മറ്റേതാണെങ്കിലും അവന്റെ സപ്പോർട്ടും കൂടി ഉണ്ടാവും. അപ്പൊ ആളുകളാണ് ഒഴുകാണ്ട്. അതേത് കാലത്തും അങ്ങനെ തന്നെയാണ്. നന്മയിലേക്ക് ആളുകൾ പിന്നെ എന്ത് ചെയ്യൂല. അപ്പൊ വിശുദ്ധ ഖുർആൻ തന്നെ ഒരു ആയത്തിന്റെ ആവശ്യത്തിന് പിന്നെ തിന്മയുടെ മാർഗം കൊണ്ട് തഖദുഹു സബീല, വല്ലാത്തൊരായത്താണ്. അതായത് പിന്നെ ആളുകളെ ഒരു രീതി അല്ല പറയാണ്. അത് നന്മ ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യൂല, അവർ സ്വീകരിക്കൂല. എന്നാൽ പിന്നെ എന്താ അവിടെ സൂറത്ത് ആറാഫിൽ അല്ലാഹ് പറയാണ്, ഒരു നന്മയുടെ വഴി കണ്ടാൽ അത് ആൾക്കാർക്ക് വേണ്ട, ആ വഴിക്കനെ പോല. അതേസമയത്ത് ഒരു തിന്മയുടെ വഴി കണ്ടാലോ ഇത്തഖദൂഹു സബീല,
ഓൻ ആ റൂട്ടിലാ പോവുക. ഇത് മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. ഒരു നന്മന്റെ വഴി ഇവിടെ തിന്മന്റെ വഴിയുണ്ട്, ആ വഴിക്കാണ് തിരിഞ്ഞു നോക്കൂല. ഒരു തിന്മ കണ്ടാൽ ആ തിന്മ അവനെന്ത് ചെയ്യും, തന്റെ ആദർശമായി സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. വക്കാൻ വിസാരിവൻ അള്ളാഹുവിനെ പറ്റി നന്മ പറ്റി പറയാണ്, അവരെ പറ്റി പുകഴ്ത്തി പറയാണ്. വക്കാൻ വിസാരിവന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ അവർ മുൻകടക്കുന്നവരായിരുന്നു. ഇത് നമുക്കുണ്ടാകേണ്ട ഒരു വിശേഷണമാണ്. ഒരു നന്മ കണ്ടാലും അത് പിന്നെ ചെയ്യുക അല്ലെങ്കിൽ പിന്നീടാക്കാം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അതിലേക്ക് വേഗത്തിൽ വരിക. എന്താണോ ഹൈറ്, കാരണം ആ ഹൈറ് പിന്നെ ചെയ്യാൻ കഴിഞ്ഞോളല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രവാചകന്റെ കാണാൻ അറാദൽ ഹജ്ജ ഫൽഹജ്ജിൽ, ഒരാൾ ഹജ്ജ് ഉദ്ദേശിച്ച് വേഗം ഹജ്ജ് ചെയ്യണം. അതിന് അടുത്തത്. കാരണം റസൂലുള്ളാഹി പിന്നീട് അവൻ രോഗിയാകാം, ഫഖീറാകാം, അവന് ഒരുപാട് തടസ്സങ്ങൾ വരാം. പിന്നെ സദഖ കൊടുക്കാൻ ഉദ്ദേശിച്ച് ഇപ്പോ പിന്നെ എന്നാള് നമ്മളെ ഒരു തൃശ്ശൂരിൽ ഒരാൾ നമ്മൾ ഒരു പ്രവർത്തന ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാണ്, ചെറിയൊരു സ്ഥാപനത്തിന്റെ പിരിവാണ്. അപ്പോൾ തൃശ്ശൂരിൽ ഒരാളത്തെ നമ്മൾ അനുഭാവിയാണ് അയാള്. അപ്പൊ അയാളിങ്ങനെ സംസാരിച്ചിങ്ങനെ പിരിവുന്നു. അപ്പോൾ നമ്മളെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാൾ 5 ലക്ഷം രൂപ കൈകാണ കൊണ്ടുവന്നു. 5 ലക്ഷം രൂപ. ആൾ വലിയ ധനികനൊന്നുമല്ല, ഗൾഫിലൊരു ചെറിയൊരു ബിസിനസ്സൊക്കെ ചെറുതായ 5 ലക്ഷം രൂപ കൈ കൊടുത്തു. അപ്പൊ ഈ നമ്മളെ അന്തം വിട്ടു. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പൈസ അല്ല. കാരണം ഇപ്പൊ അങ്ങനത്തെ വലിയൊരു ധനികന് ഒരു 5 ലക്ഷം രൂപ കൊടുക്കാൻ മാത്രമുള്ള ശേഷിയൊന്നുമില്ല. അപ്പൊ അയാൾ പറഞ്ഞത് വെച്ചാല്, ഇതിപ്പോ നിങ്ങൾ പിടിച്ചോളി, ഇനി നാളേക്ക് വെച്ചാൽ ചിലപ്പോൾ ഇബ്ലീസ് കൂടുന്നെ 5 ലക്ഷം രൂപ കൊടുക്കണം എന്ന്, അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ കൊണ്ടുപോയിക്കോളി, നിങ്ങൾ ആ മനസ്സ് നോക്കിയാൽ നിങ്ങൾ സുബ്ഹാനല്ലാഹ്. അതാ പറഞ്ഞു വെക്കാനും. കാരണം ഇപ്പൊ ചെയ്യേണ്ട തന്നെ ഇപ്പൊ ചെയ്യാൻ പിന്നെന്ത് ചെയ്യൂല, മനസ്സ് മാറും. അത് പിന്നെ എടുക്കുമ്പോൾ ഇനി പത്രമൊക്കെ കൊടുക്കണം, എല്ലാവരും കൊടുക്കണില്ല, പിന്നെ നമ്മൾ അതിനനുസരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇബ്ലീസ് അവിടെ കളിക്കാൻ തുടങ്ങും. ഒരു നന്മയിലേക്ക് ധൃതി കാണിച്ചെങ്കിൽ അത് കിട്ടും. അതുകൊണ്ടാണ് നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഏത് നന്മയാണെങ്കിലും സ്വതക്കയാണെങ്കിലൊക്കെ നന്മകളിലേക്ക് ധൃതി കാണിക്കുക. അപ്പൊ ഈ സ്ത്രീകളെ സംബന്ധിച്ചും പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഉദഹീയത്തിൻ്റെ കൂടി പറയാം, അതിന് സന്ദർഭമാണ്. ഈ ഉദഹീയത്തിൽ സ്ത്രീകൾക്ക് ഓരി ചേരാട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പുരുഷന്മാർ ഓരി ചേർന്നാൽ സ്ത്രീകൾക്കത് മതിയാകും. പക്ഷേ സ്ത്രീകൾക്ക് കൂലിട്ടണമെങ്കിൽ സ്ത്രീകൾ എന്ത് ചെയ്യാം? അപ്പൊ നമ്മളെ പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ നല്ലോണം പൈസ ഉണ്ടാവും. എല്ലാ പെണ്ണുങ്ങളുടെ അടുത്തല്ല പറഞ്ഞത്, ഇല്ല മാഷാ അല്ലാഹ്, പെണ്ണുങ്ങളുടെ അടുത്ത് പൈസ ഉള്ള പെണ്ണുങ്ങളുണ്ട്, മനസ്സിലായോ? പക്ഷേ ഞാൻ ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ പറ്റിയിട്ടിട്ട് പറഞ്ഞേ, പൊതുവെ നമ്മുടെ പെണ്ണുങ്ങളൊരു രീതി വെച്ചാല്, ഇപ്പൊ പള്ളിക്ക് പിരിവിന്റെ പെണ്ണുങ്ങളുടെ പാക്കറ്റിൽ എന്താ ഉണ്ടാകുക, 150 റുപ്യ ഉണ്ടാവും. ആ പെണ്ണുങ്ങളെ സംബന്ധിച്ച് പുതിയാപ്പിള കൊടുത്താൽ പുതിയാപ്പിള കിട്ടും, ഭാര്യ കൊടുത്താൽ ഭാര്യക്കും കിട്ടും, പുതിയാപ്പിളക്കും കിട്ടും. അതാണ്. അല്ല, ഒരു വരിയിലൊരാൾ അത് ഞാൻ പറഞ്ഞ ഉദഹീയത്തിൽ നമ്മൾ എത്ര പെണ്ണുങ്ങളെ ഓരിയുണ്ട്, പെണ്ണുങ്ങൾ ആലോചിക്കുകയാണ്. ഞാൻ പറഞ്ഞ നിർബന്ധമില്ല, പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു കൈയുള്ള ആളെ സംബന്ധിച്ച് നിർബന്ധമുള്ളൂ. പക്ഷെ നമ്മളെല്ലാം നിർബന്ധമുള്ള, ഈ വലിയൊരുനാൾക്ക് ഡ്രസ്സ് ഒക്കെ നിർബന്ധം ഉണ്ടോ? ഫർദ? വലിയൊരുനാൾക്ക് ഡ്രസ്സ് എടുക്കൽ ഫർദാണോ? അത് ആരാ ചെയ്യാത്ത? എത്ര പേർ ഡ്രസ്സ് എടുക്കാനൊക്കെ കൂലി? അതാരും ചെയ്യണില്ലേ? അപ്പൊ നമ്മൾ നിർബന്ധമുള്ള മാത്രമല്ല ചെയ്യണത്, നിർബന്ധമില്ലാത്തും ചെയ്യണ്ട്. പക്ഷെ ദീനിന്റെ വിഷയം വരുമ്പോ അത് നിർബന്ധമില്ല, അത് സുന്നത്തല്ലേ, അത് ഇബ്ലീസിന്റെ വിശ്വാസമാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ സ്ത്രീകളും ആൾക്കാരെ ശ്രദ്ധിക്കണം. ഉദഹീയത്താണെങ്കിലും പിന്നെ സ്വതക്കയാണെങ്കിലും ഈ ദിവസങ്ങളിൽ ധാരാളമായ സ്വതക്ക ചെയ്യാൻ പറ്റിയ സമയമാണ്. നമ്മൾ ആ സമയത്തെ മുതലാക്കുക. അതാണ് ഇസാരിബന ഫിൽ ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും എന്തുണ്ട്, അത്തരം നന്മകളിൽ പങ്കുചേരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ അടുക്കൽ സ്വന്തം വീട്ടിലെ ആഭരണങ്ങൾ മുഴുവനും കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോളി നബിയെ എന്ന് പറഞ്ഞ സഹാബി വനിതകളുണ്ട്, മനസ്സിലായില്ലേ? സഹാബി വനിതകളുണ്ട്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റസൂൽ ഒരിക്കൽ പെണ്ണുങ്ങൾ ക്ലാസ് പറഞ്ഞു ധാരാളമായി സ്വതക്ക കൊടുക്കണം. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഭാര്യ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് സാധുവാണ്, ഫക്കീറാണ്. അപ്പൊ ഭാര്യ പറഞ്ഞു ഞാനിത് സ്വതക്ക കൊടുക്കാൻ പോവാണ്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് ആർക്കാ സ്വതക്ക കൊടുക്കാൻ പോണത്? ഞാൻ പറഞ്ഞല്ലോ.
അവൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബി ഇത് നിങ്ങൾക്ക് സ്വതക്കെയാണ്, പക്ഷെ എന്നോട് ഇബ്നു മസ്ഊദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതിന് ആവശ്യക്കാരൻ ഞാൻ ആവശ്യക്കാരനാണെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. കാരണം ഭർത്താവ് അങ്ങേറ്റ ദരിദ്രനാണ്, പിടിച്ചാങ്ങാൻ പറ്റൂല. കാരണം ഭാര്യയുടെ സ്വത്ത് ഭാര്യക്ക് എന്തുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് കൊടുക്കാൻ. അവൻ വിശ്വാസം പറഞ്ഞു, എങ്കിൽ നീ എന്ത് ചെയ്യുക, ഭർത്താവിന് തന്നെ സ്വതക്ക് കൊടുക്കുക. സ്വതക്ക് സക്കാത്തൊക്കെ ഭർത്താക്കന്മാർക്ക് പറ്റും, ഭർത്താവിന് ഭാര്യക്ക് കൊടുക്കാൻ പറ്റൂല. ഭാര്യക്ക് എന്ത് ചെയ്യാം, ഭർത്താവിന് കൊടുക്കാം. മനസ്സിലായില്ലേ? സക്കാത്ത് കേട്ടോ, സ്വതക്കെല്ലാം പറയും. അപ്പൊ നമ്മൾ ചുരുക്കം പറഞ്ഞു, കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന്റെ പ്രത്യേകത നന്മയിൽ ധൃതി കാണിക്കുന്ന അവസ്ഥ. അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, ഉണ്ടാകണം. ഒരു നന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ അത് നമ്മൾ ഒഴിവാക്കരുത്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ പള്ളിക്ക് ചെല്ലുകയാണ്, കുട്ടിക്കുളികൾ പള്ളിയിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ഇമാമ് റുക്കൂയിലേക്ക് പോയി, അല്ലെങ്കിൽ റുക്കൂയിലും ഉയർന്നു. അപ്പൊ നമ്മൾ ഒന്നെടുത്തോടെ സഫ് കടത്തി നമ്മൾ എന്ത് ചെയ്യാ, അങ്ങനെ നിൽക്കും അല്ലേ, പോയിട്ട് വരട്ടെ. അങ്ങനെ ഇമാമ് 2 സുജൂദ് ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്ത സ്ഥിതി നമുക്ക് നഷ്ടപ്പെടണം. നമ്മൾ ചിന്തിച്ചു നോക്കിയാണ്, അറക്കാത്ത് കിട്ടൂല. പക്ഷെ നമ്മൾ അധിക ആളുകൾ എന്ത് ചെയ്യണില്ല, ഇമാമിന്റെ കൂടെ സുജൂദ് തുടരുന്നില്ല. കാരണം എന്താ, നമ്മളെപ്പോഴും ലാഭം നോക്കുക. എന്താ തുറന്നിട്ട് എനിക്ക് റക്കാത്ത് കിട്ടൂലല്ലോ, റക്കാത്ത് കിട്ടൂല ശരിയാണ്, പക്ഷെ നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും തിരിച്ചു കിട്ടാത്ത 2 സുജൂദാണ് നിനക്ക് നഷ്ടപ്പെട്ടത്. ഒറ്റ സുജൂദിന് വേണ്ടിയാണ് ആദൻ ഇബ്ലീസിനെ പുറത്താക്കി, ഒറ്റ സുജൂദ് ചെയ്യാത്തിന്. മൻ സജദ ലില്ലാഹി സജദതൻ റഫഅഹു അല്ലാഹു ബിഹാ ദർജ. അള്ളാഹിന്റെ മുമ്പിൽ ഒരു സുജൂദ് ചെയ്താൽ അള്ളാഹിന്റെ ദർജ ഉയർത്തി കൊടുക്കുന്ന അല്ലാഹു റസൂലുള്ളാഹി പറഞ്ഞു. ഒരു നന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ അത് ഒരിക്കലും നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ പള്ളിക്ക് കയറിയാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ സമയം ഉണ്ടെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കണം. അപ്പോ സലാം കിട്ടി പറയണം. അതായത് നിസ്കാരം തുടങ്ങി ഈ ഇഖാമത്ത് കൊടുക്കൂ. ഇതാ ഖീമത്തു സ്വലാത്ത് ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ. നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫർദ് നിസ്കാരം, അത് വേറെ നിസ്കാരമില്ല. നിസ്കാരം തുടങ്ങാൻ പാടില്ല. ഉള്ള നിസ്കാരം എന്ത് ചെയ്യണം, സലാം വിട്ടിട്ട് എന്ത് ചെയ്യണം, എവിടെ ചവിടച്ചു അവിടെ ഫലാ സ്വലാത്ത് ഇല്ലൽ മക്തൂബ എന്ന് പറഞ്ഞു. സൗദിയിലെ അറബികളെ സംബന്ധിച്ച് കൈയും കഴിച്ചിട്ട് നടന്നുമല്ല. പക്ഷെ അത് വേണ്ട, തഹരീമുഹ തസ്രീ എന്ന് പറഞ്ഞല്ലോ, നിസ്കാരത്തിന്റെ പിന്നെ എന്താ പറയാ, തഹരീൽ അള്ളാഹു പറഞ്ഞ നിസ്കാരത്തിലേക്ക് കയറുക, സലാം വിട്ടിട്ട് നിസ്കാരത്തിന് ഒഴിവാകുക. അപ്പൊ സലാം വിട്ടിട്ട് എന്ത് ചെയ്യുക, വേഗം ചെയ്യാൻ പറഞ്ഞ ഒരു നന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ ആ നന്മയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല. അതാണ് കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്. പിന്നെ ഒരു വിശേഷം കൂടി പറഞ്ഞു, വയദ്ഊനനാ റഗബൻ വറഹബ. അതവരുടെ നന്മയാണ്. അവർ നമ്മോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് റഹബത്തോടു കൂടിയും റഹബത്തോടു കൂടിയാണ്. റഹബത്തി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോടുകൂടി, അവരുടെ പഠിച്ചോ എനിക്ക് തരും. റഹബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ട് പഠിച്ച, ഞാൻ പാപിയാൻ പഠിച്ച, എന്നെ ശിക്ഷിക്കോ. ഭയത്തോടു കൂടിയും പ്രതീക്ഷയോടുകൂടിയും ആണ് നമ്മൾ അള്ളാഹിനോട് എന്ത് ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. ഇത് സത്യവിശ്വാസികളായ ആളുകളുടെ പ്രാർത്ഥനയുടെ സ്വഭാവമാണ്. എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടും എന്ന പ്രതീക്ഷ ഉണ്ടാകണം. എന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ചുള്ള ഭയവും നമുക്കുണ്ടാകണം. ഞാനൊക്കെ ഇപ്പൊ സ്വർഗത്ത് പോയില്ലേ, ഇപ്പൊ ആരാ സ്വർഗത്ത് പോകും, അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മളൊക്കെ ഓരോ പിന്നെ ഓവർ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ തെറ്റൊന്നും ചെയ്യണില്ലല്ലോ, തെറ്റും ചെയ്യണില്ല, വേണ്ടാത്തതും ചെയ്യണില്ല, തൗഹീദുള്ള ആളാണ്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഒരിക്കൽ ഒരു പ്രവാചകന്റെ ഒരു സഹാബത്തിന്റെ കുട്ടി മരണപ്പെട്ടു, ഒരു ചെറിയ കുട്ടി. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്തൊരു സൗഭാഗ്യമാണ് ആ കുട്ടിക്ക്, ഒന്ന് കുട്ടിയാണ്, തൂബാലോ അവന് സ്വർഗമുണ്ടല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ദേഷ്യപ്പെട്ടു. നിനക്ക് എന്താണ് ആയിഷ ആ കുട്ടിക്ക് സ്വർഗമുണ്ടെന്ന് എന്നോട് ആരെ പറഞ്ഞു? ഒന്ന് സഹാബിയുടെ കുട്ടിയാണ്, രണ്ടാമത് ചെറിയ കുട്ടിയാണ്.
അത് വെച്ചിട്ടാണ് ആയിഷ ബിബി തൂബാലഹു, ആ കുട്ടിക്ക് മംഗളം, അവന് സ്വർഗമുണ്ട്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് ആ കുട്ടിക്ക് സ്വർഗമുണ്ട് നിനക്ക് എങ്ങനെ അറിയാം? ആലോചിച്ച് നോക്കണം. അപ്പൊ നമ്മളൊക്കെ അവസ്ഥ എന്താ? പിന്നെ ഖുൽ മാ അദ്രി മാ യഫ്അലുല്ലാഹു ബി വലാ ബിക്കും, നബി നിങ്ങൾ പറയണം, സൂറത്ത് യൂനുസിലാണ്, എന്നെ അള്ളാഹു എന്താണ് പരലോകത്ത് ചെയ്യുക എന്ന് എനിക്കറിയുകയില്ല എന്ന് നബിയെ നിങ്ങൾ ആളുകൾക്ക് പറയണം. അങ്ങനെ ആയത്ത് ഖുർആൻ ഉണ്ട്. അതുണ്ട്, പക്ഷെ സ്വർഗം ഉണ്ടെന്ന് ഉറപ്പനെയാണ്. പക്ഷെ അതിൻ്റെ ഒരു ഗൗരവം ഉണ്ടല്ലോ. നിങ്ങളെയും എന്നെയും അള്ളാഹു എന്താണ് പരലോകത്ത് ചെയ്യുക എന്ന് എനിക്കറിയുകയില്ല എന്ന് നിങ്ങൾ നബിയെ പറയുക. ഞാൻ ഒരു പരിപാടി കഴിഞ്ഞ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരു മൂല്യൻ്റെ എത്തുന്നു. ഞാൻ സഹോദരൻ സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ നബിനെ പറ്റി വിശ്വസിക്കണമെന്ന് നബിക്കെല്ലാം അറിയാമെന്നാണ് നിങ്ങൾ പറഞ്ഞു. ആ നബിക്കെല്ലാം അറിയാമല്ലോ. ഇപ്പം ഞാൻ തോതി കൊടുത്തു, എനിക്കറിയില്ല എന്ന് പറയണം എന്ന് നബി കൊല്ല അതിരി എന്ന് പറഞ്ഞു. എനിക്കറിയില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പറയണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചായിട്ട് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പഠിച്ചാൽ നമ്മളെല്ലാം കാത്തിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് റഹബത്തോടു കൂടി, എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോടുകൂടിയും എന്നാൽ ഭയപ്പാടോടുകൂടിയാണ് എന്ത് ചെയ്യേണ്ടത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി മരിക്കാൻ കിടക്കുമ്പം ആ സഹാബിയോട് കൈഫ തജിദു, ഇപ്പൊ നിന്റെ അവസ്ഥ എന്താണ് ചോദിച്ചു. അപ്പൊ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവനാണ്, എന്നാൽ അള്ളാഹിനെ സംബന്ധിച്ച് എനിക്ക് പേടിയുണ്ട്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇത് രണ്ടും ഒത്തു കഴിഞ്ഞാൽ അവന് സ്വർഗമുണ്ട്. കാരണം ഇത് രണ്ടും ഉണ്ടായാലും അവന് സ്വർഗത്തിന് വഴിയിലൂടെ പോകുള്ളൂ. കാരണം അള്ളാഹിന്റെ പ്രതീക്ഷയെ സംബന്ധിച്ച് അത് നിരാശയല്ല, അതുകൊണ്ട് അള്ളാഹിനെ പ്രാർത്ഥിക്കുള്ളൂ. എന്നാൽ അള്ളാഹിന്റെ ശിക്ഷയെ സംബന്ധിച്ച് പേടിയുണ്ട്, അപ്പം തെറ്റിപ്പോകില്ല. ശരി, അള്ളാഹിന്റെ പ്രതീക്ഷയെ സംബന്ധിച്ച് അള്ളാഹിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് നിരാശ ഇല്ലാത്തതുകൊണ്ടല്ലേ വേറെ വഴി തേടി പോകുന്ന ആൾക്കാർ. പഠിച്ചവൻ ചോദിച്ചാൽ പഠിച്ചവൻ ട്രാൻസ്ഫോമർ അല്ലേ, മുഖ്യമന്ത്രി അല്ലേ ചോദിച്ചാൽ പേടിപ്പിച്ചത് എന്തുകൊണ്ടാ? നേരിട്ട് ചോദിച്ചാൽ കിട്ടില്ല എന്നുള്ളതുകൊണ്ടല്ലേ. അപ്പൊ അള്ളാഹിനെ പേടിക്കേണ്ട ആവശ്യമില്ല, അള്ളാഹിന് പ്രതീക്ഷ ഉണ്ട്. അതേ സമയത്ത് അള്ളാഹിന്റെ ശിക്ഷയെ സംബന്ധിച്ചതാണ് അവർ നമ്മുടെ ഖുശൂഉള്ളവരാണ്. ഇതൊക്കെ സക്കരിയ നബിയുടെയും യഹ്യാ നബിയുടെ ഒക്കെ കുടുംബത്തിന്റെ പ്രത്യേകത. ഖുശൂ എന്ന് പറഞ്ഞാൽ ഭയഭക്തി എന്നർത്ഥം, ഖശഅ എന്ന് പറഞ്ഞാൽ താഴ്ന്നു എന്നർത്ഥം. ഖുശൂ ജീവിതത്തിൽ മൊത്തത്തിൽ ഖുശൂ ഉണ്ടാകണം, പ്രത്യേകിച്ചും ഇബാദത്തുകളിൽ ഖുശൂ ഉണ്ടാകണം. ഇബാദത്തിൽ ഖുശൂ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ ഖുശൂ. സൂറത്തുൽ മുഅ്മിനൂൻ ആദ്യത്തിൽ കാണാലോ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഒന്നാമത്തെ 10-11 വിശേഷണം നമ്മൾ പറഞ്ഞതിൽ ഒന്നാമത്തെ വിശേഷം നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുന്നു. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നിസ്കരിക്കാനുള്ള ബോധം വേണം. പിന്നെ നിസ്കരിക്കുന്ന നമ്മുടെ സ്ഥലം ശുദ്ധിയാകണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളെ സംബന്ധിച്ച് നമുക്ക് ബോധമുണ്ടാകണം, അതിൻ്റെ അർത്ഥം അറിയണം. ഓതുന്ന ആയത്തുകളെ സംബന്ധിച്ച് അർത്ഥം അറിയണം. പിന്നെ നിസ്കാരത്തിലേക്ക് നിൽക്കുന്നതിന് മുമ്പ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പഠിച്ചവനെ അള്ളാഹുവിനെ അല ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്നുള്ള പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് നിസ്കരിക്കാൻ നിൽക്കുക. അങ്ങനെ ആകുമ്പോൾ ഖുശൂ ഉണ്ടാവും. പിന്നെ നിസ്കരിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന നിസ്കാരത്തിൻ്റെ സ്ഥലങ്ങളിലെ സ്ഥലങ്ങളും ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ ഖുശൂ ഉണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ വഖൂമു ലില്ലാഹി ഖാനിതീനാണല്ലോ, നിങ്ങൾ അച്ചടക്കത്തോട് നമസ്കാരത്തിൽ നിൽക്കണം. നമസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചിലക്കാർ അവിടെ മാന്തി ഇവിടെ മാന്തി അങ്ങോട്ട് ചൊറിഞ്ഞ് ഇങ്ങോട്ട് ചൊറിഞ്ഞ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നിസ്കാരം ഒരു യാന്ത്രികമായി ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. നമ്മുടെ ഈ ഭാഗത്തുകളൊക്കെ അങ്ങനെയാണ് പൊതുവെ. ഞാൻ പറഞ്ഞ നമ്മുടെ അടക്കമുള്ള ഈ ഭാഗത്തുകളൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവെടുക്കൽ അങ്ങനെ അവിടെ തുടങ്ങിയാൽ പിന്നീട് കാര്യങ്ങൾ അവസാനിക്കുക. നമ്മൾ കൈ കഴിക്കണമെന്ന് ചോദിച്ചാൽ പിന്നെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ആണ്ട് ചെയ്താൽ പോവാണ്. അതുപോലെ ചിലപ്പം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടാകും. പിന്നെ അത്തഹിയ്യാത്തിലേക്കാരോ സലാം വിട്ടുകൂടേക്കാരോ നമസ്കാരത്തിലേക്കാരോ ബോധം ഉണ്ടാകുക. നമ്മളെല്ലാവരും അവസ്ഥ ഞാൻ പറഞ്ഞു. അപ്പം അതല്ല, നമസ്കാരത്തിൽ ഖുശൂ ഇബാദത്തിൽ വകാനൂ ലനാ ഖാശിഈന, അവർ നമ്മോട് ഖുശൂ ഉള്ളവരായിരുന്നു. സക്കരിയ നബി ആണെങ്കിലും യഹ്യാ നബി ആണെങ്കിലും ഒക്കെ അവരുടെ കുടുംബങ്ങളൊക്കെ അള്ളാഹുവിന് ഭയപ്പെട്ട് അള്ളാഹുവിന് കീഴ്ന്ന് ജീവിക്കുന്ന ആളുകളായിരുന്നു. നമ്മളും ഈ സുവിശേഷങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകണം.
അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് സക്കരിയ നബിയുടെയും യഹ്യ നബിയുടെ ഒക്കെ ചരിത്രം നമ്മൾ പഠിക്കേണ്ട പാഠം. ഒന്നെന്ന് വെച്ചാൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാത്തൊരു പ്രാർത്ഥനയും ലോകത്തില്ല. അതേപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് പ്രതീക്ഷയുള്ളവരാകണം, അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് ഭയപ്പാടുള്ളവരാകണം, നിരന്തരം പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാകണം. അതോടൊപ്പം നന്മകളിൽ മുന്നേറുന്ന അവസ്ഥ സത്യവിശ്വാസികൾക്കുണ്ടാകണം. അള്ളാഹുൽ ഖുശൂ ഉള്ള അവസ്ഥ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന പേടിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. പടച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ തിന്മ ചെയ്യണം, ആ തിന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പിടികൂടാൻ അള്ളാഹ്ക്ക് എന്ത് ചെയ്യും? കഴിയും. ലോകത്ത് അങ്ങനെ എത്ര ആൾക്കാരുണ്ട്. നമ്മൾ ഒരിക്കലും എന്താ പറയുക, ഞാൻ പിടിക്കപ്പെടുകയില്ല എന്ന് വിചാരിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ പോലും അള്ളാഹ് എന്ത് ചെയ്യും? ഒരു പക്ഷേ തിരിച്ചു വിളിച്ചേക്കാം. അള്ളാഹു നമ്മെല്ലാം കാത്തിരിച്ചിരിക്കുമ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ നന്മകൾ ചെയ്യാനും ഒക്കെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു അവൻ്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ കൂടുതൽ നന്മകൾ ചെയ്ത് അവൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക് കുടുംബസമേതം പ്രവേശിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ രോഗം മൂലം കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന സഹോദരന്മാർ അള്ളാഹു അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിത് മരണപ്പെട്ടുപോയ നല്ലവരാ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകി ആദരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين.